അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ദുറൂസുൽ ഇഹ്സാനിന്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ശരിക്ക് ശരി നൽകാം. ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച് കൂടെ കൂടും, പിശാച് അകന്നു പോകും. ഏതാണ് പിശാച് അകന്നു പോകും? സ്വർഗത്തിൽ കടക്കാൻ മുഫ്ലിസ് ആവണം, മുഅ്മിനാവണം. ഏതാ? മുഅ്മിനാവണം. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹമുണ്ടാകും, സ്നേഹം കുറയും. സ്നേഹം ഉണ്ടാകും. മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, കൂട്ടുകാർ വെറുക്കും. ആരാ? ഏതാണ് ഉത്തരം? അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും, ഓർമ്മശക്തി കുറയും. ഓർമ്മശക്തി കൂടും. ഇനി അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായവക്ക് അടിവരയിടാം. നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ. ഇവിടെ 5 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾക്ക് താഴെ അടിവരയിടാണ് വേണ്ടത്. പെരുമാറ്റം നന്നാവും. അല്ലെ? നേരത്തെ ഉറങ്ങിയാലുള്ള ഒരു ഗുണമാണ് പെരുമാറ്റം നന്നാവും. അപ്പൊ ഇവിടെ അണ്ടർലൈൻ ഇടുക. ആരോഗ്യം കൂടും. കണ്ടോ? ഇവിടെ അണ്ടർലൈൻ ഉണ്ടാവും. അതുപോലെ സന്തോഷം ഉണ്ടാകും. ഇനിയോ സന്തോഷം നഷ്ടപ്പെടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും. ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ ഇവിടെയാണ് ഈ 3 എണ്ണത്തിന്റെ താഴെ അണ്ടർലൈൻ ചെയ്യണം. ഇനി അടുത്തത് പൂർത്തിയാക്കാം. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഇവിടെ അനുഗ്രഹമാണ് എന്ന് എഴുതി കൊടുക്കണം. ഇശാഇന് ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാ? ഉപ്പയാണ്. മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അടുത്തതോ? ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ആരാ? ഉമ്മയാണ്. ഗർഭം സഹിച്ചതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മ. അപ്പൊ ഇവിടെ ഉമ്മ എന്ന് എഴുതണം. അടുത്തത് ഉത്തരം പറയാം. വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണം എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ബിസ്മി പറയണം. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ? എപ്പോഴാ? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടും. അപ്പൊ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ. ഇനി അടുത്തത് ക്രമത്തിലാക്കാം. റിളൽ വാലിദൈനി റബ്ബി ഫീ റിള. ഇങ്ങനെ ഡിസോർഡർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആക്കണം. എങ്ങനെയാണത്? അപ്പൊ റിള ഒന്നാമത്തത്, റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ. ഈ രൂപത്തിൽ 1, 2, 3, 4 ഈ രൂപത്തിൽ ക്രമപ്പെടുത്തണം. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം. ബിസ്മി പറഞ്ഞു കുടിക്കുക നാം. അപ്പൊ ഇവിടെ ബിസ്മി പറഞ്ഞു തുടങ്ങുക എന്ന് എഴുതണം. നാം ഇവിടെയുണ്ട്. പിന്നെ ബിസ്മി പറഞ്ഞു എന്നിവിടെ എഴുതി കൊടുക്കണം. കുടിക്കുക നാം എന്നിവിടെയുണ്ട്. ഇനി വ്യക്തമാക്കാം. സലാം അടക്കേണ്ട വാചകം ഏതാ? വഅലൈക്കുമുസ്സലാം. വഅലൈക്കുമുസ്സലാം. ഇതാണ് സലാമിന്റെ മടക്കേണ്ട വാചകം. ഇതാണ് 2ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.